വലിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയും സ്പീക്കറും ഒക്കെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാരിനെ തള്ളുകയാണ് ലോക്ഭവൻ. അർദ്ധസത്യങ്ങളും പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അനുകൂലമായി സർക്കാർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ലോക്സഭൻ പറയുന്നത്. എന്നാൽ ഭേദഗതികൾ വരുത്താതെ സർക്കാർ പ്രസംഗം ലോക്ഭവനിലേക്ക് മടക്കിയെന്നും വിശദീകരണം. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, 3 ഖണ്ഡികകൾ, അതിൽ സ്പീക്കർ ഗവർണർ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്നും ചില ഒഴിവാക്കലുകൾ നടത്തിയെന്നും കൃത്യമായി പറഞ്ഞ് ആ ഒഴിവാക്കപ്പെട്ട ഭാഗം മുഖ്യമന്ത്രി സഭയിൽ അസാധാരണമായി വായിക്കുക കൂടി ചെയ്ത ഒന്നാണ്. ഇപ്പോൾ ലോക്ഭവൻ പറയുന്ന വിശദീകരണം എന്താണ്? മധു, ഈ അർദ്ധസത്യങ്ങൾ ഈ കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഗവർണർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം ഗവർണർക്ക് യുക്തമായ രീതിയിലുള്ള ഭേദഗതികൾ വരുത്താമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നതായാണ് ലോക്ഭവൻ ഇപ്പോൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് ഗവർണർ ലോക്ഭവനിലേക്ക് എത്തിയത്. ഈ സമയത്തേക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ കരടിന്റെ ഭേദഗതി വരുത്തിയ പ്രസംഗം എത്തി എന്നാണ് ലോക്ഭവൻ വിശദീകരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം മാറ്റം വരുത്തിയ കരടാണ്. കരടിൽ താൻ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങളോടെയുള്ള പ്രസംഗമാണ് ഇന്ന് വായിച്ചത് എന്ന് ഗവർണർ വായിച്ചതെന്നാണ് ലോക്ഭവൻ വിശദീകരിക്കുന്നത്. ഇത് പറയുമ്പോഴും ഇന്ന് അദ്ദേഹം വായിക്കാതെ വിട്ട 2 ഭാഗങ്ങളിൽ ഗുരുതരമായ ചില നിരീക്ഷണങ്ങൾ ലോക്ഭവൻ നടത്തുന്നുണ്ട്. അതിൽ പ്രധാനം ഈ നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ വച്ചിരിക്കുന്ന വിഷയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയം, അത് ഗവർണറുടെ ഭാഗത്തുള്ള വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ വിട്ടു എന്നാണ് ഈ പ്രസംഗത്തിൽ പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്, അങ്ങനെയല്ല. ഭരണഘടനാ ബെഞ്ചിന് കൈമാറിയിട്ടില്ല എന്നാണ് കരടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മാറ്റണമെന്ന് നിർദ്ദേശിച്ചതാണ് എന്നും ലോക്ഭവൻ വിശദീകരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ കേന്ദ്ര നിലപാട് സാമ്പത്തിക ഫെഡറലിസം സംബന്ധിച്ച ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്നതാണ് എന്ന പരാമർശം കരടിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഈ കരട് വന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഈ 2 ഭാഗങ്ങൾ, ഈ 15ാം ഖണ്ഡികയിലും 16ാം ഖണ്ഡികയിലുമുള്ള ഈ ഭാഗങ്ങൾ അദ്ദേഹം വായിക്കാതെ ഒഴിവാക്കിയതിനുള്ള കാരണം ഇതാണ്. കരടിൽ തന്നെ അത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചതാണ് എന്നാണ് ലോക്ഭവൻ വിശദീകരിച്ചത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. കരടിൽ തന്നെ അത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നതാണ്. സർക്കാർ അനുകൂലമായി പ്രതികരിച്ചു എന്നാണ് ലോക്ഭവൻ പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ ഗവർണർക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട്. കാരണം മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്ന ഒരു നയപ്രഖ്യാപനം അത് വായിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം എന്നിരിക്കെ എന്തായിരിക്കും മുന്നോട്ടുള്ള ഗതി എന്നുള്ളത് നമുക്ക് നോക്കാം.